അപ്പോൾ നമ്മൾ കാണുന്നവർക്കൊരു തെറ്റിദ്ധാരണ സ്വാഭാവികമായിട്ടുണ്ടാവും. അയ്യോ എപ്പോഴും ചിരിച്ചിരിക്കണ ഒരു മനുഷ്യൻ, ദേഷ്യം വരാത്തൊരു മനുഷ്യൻ, എന്നെ ഒരു നല്ല മനുഷ്യനാണ് അങ്ങനെയുള്ളത്. ശരിക്കും അങ്ങനെ ഫുൾ ടൈം പോസിറ്റിവിറ്റി മാത്രം നിറഞ്ഞ ദേഷ്യം വരാത്ത അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണോ ജോസഫ്? അങ്ങനെ തോന്നുന്നു. ഭയങ്കര അത് രേണുവിനറിയാലോ. ചിലരൊക്കെ നമ്മുടെ കൊളീഗ്സിനോട് ചോദിക്കാറുണ്ട് അദ്ദേഹം വെറുതെ ഇരിക്കുമ്പോൾ ഉപദേശിക്കാറുണ്ടെന്ന്. പിന്നെ എനിക്കെന്താ പ്രാന്താണ് വെറുതെ ഇരിക്കുമ്പോൾ വരൂ 2 ഉപദേശം തരാമെന്ന് പറയാൻ. നമ്മൾ ഹ്യൂമനാണ്, വെരി റിയൽ ഹ്യൂമൻ. നമ്മൾ വീഡിയോയിൽ വരുമ്പോൾ നമ്മൾ നമ്മുടെ ഏറ്റവും നല്ലതല്ലേ കാണിക്കുക. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം എടുത്താൽ നമ്മുടെ എല്ലാവരെയും പ്രൊഫൈൽസ് എടുത്താൽ, ഇപ്പോൾ നമ്മുടെ ഒരാളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുത്താൽ അയാളുടെ ജീവിതം അതാണെന്ന് കരുതിയാൽ വാട്ട് എ ലൈഫ് നമ്മൾ ചിന്തിക്കുള്ളൂ അല്ലേ. പക്ഷെ അതിൻ്റെ അപ്പുറത്തോട്ടോ നമുക്ക് അറിഞ്ഞൂടെ. ഇപ്പം എൻ്റെ കാര്യത്തിൽ ഒരു കാര്യം, നമ്മൾ ഈ വീഡിയോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ലിസണർ ഞാനാണ്. ഇത് ആദ്യം നന്നാക്കുന്നത് തന്നെയാണ്. ഞാൻ നന്നായാലേ മറ്റാരും നന്നാവുള്ളൂ. പിന്നെ നമ്മൾ പറയുന്ന കാര്യം നമ്മൾ തന്നെ സഹായിച്ച് പേഷ്യൻസ് എനിക്ക് ആക്ച്വലി നല്ലപോലെ ഉണ്ട് എന്ന് വെച്ചാൽ എനിക്കൊക്കെ എൻ്റെ അടുത്ത് ഒരു 100 പേര് സെൽഫി എടുക്കാൻ വന്നാൽ എനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ അതിനെ കാണുന്നത് ഇറ്റ്സ് ആൻ എക്സ്പ്രഷൻ ഓഫ് ലവ്.